ഫ്രണ്ട്ഷിപ്പ് മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ഫ്രണ്ട്സ്. കാരണമായിട്ട് ഒരുപാട് ഘടകങ്ങളുണ്ടെങ്കിലും അതിൽ ഒരെണ്ണം അരവിന്ദനും ചന്തുവും പിരിയാനുണ്ടായ റീസണാണ്. ചന്തുവിന്റെ അനിയൻ ചിന്നൻ തന്റെ ഒരു കയ്യബദ്ധം കാരണമാണ് മരിച്ചതെന്ന് മനസ്സിലാക്കിയ അരവിന്ദൻ അത് ചന്തുവിനോട് പറയാൻ ഒരുങ്ങിയതാണ് പലവട്ടവും. പക്ഷേ അത് ചന്തുവിന് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജോയ് തടഞ്ഞതുകൊണ്ടാണ് അരവിന്ദൻ ചന്തുവിൽ നിന്ന് അത് മറച്ചു വെച്ചത്. സത്യത്തിൽ അരവിന്ദന് ചന്തുവിനോടുള്ള സ്നേഹം അത്രമാത്രം ആത്മാർത്ഥതയുള്ളതാണ്. അത് പടത്തിൽ പലയിടത്തും വ്യക്തമാക്കുന്നുമുണ്ട്. പക്ഷേ ഈ വിവരം ചന്തു അറിയുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് വെച്ച് പോകാനുള്ള തീരുമാനമെടുക്കാനും മാത്രം സ്ട്രോങ് ആയിട്ടുള്ള ചന്തുവിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അത് വന്നിട്ട് തന്റെ അനിയനെ കൊന്നത് അരവിന്ദന് പറ്റിയ ഒരു കയ്യബദ്ധമാണ് എന്ന് പിന്നീടാണെങ്കിലും ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടല്ല ചന്തു പിരിയാൻ തീരുമാനിക്കുന്നത്. പകരം അരവിന്ദൻ മറ്റാരെക്കാളും ഈ ഭൂമിയിൽ ചന്തുവിനെ സ്നേഹിച്ചത് തന്റെ അനിയനെ കൊന്നതിന്റെ പ്രായച്ചിത്തമായിട്ടാണ് എന്ന് ചന്തുവിന് ചിന്തിക്കേണ്ടി വരുന്നതുകൊണ്ടാണ്. കഥയുടെ അവസാനത്തോടടുക്കുമ്പോൾ ഇവരുടെ സൗഹൃദം സത്യസന്ധമായിരുന്നോ എന്ന ചോദ്യത്തിൽ നിർത്തിക്കൊണ്ട് ഇവരെ പിരിയിക്കാൻ വേണ്ടി ഒരു റീസൺ വേണം. അതിന് നമ്മുടെ റൈറ്റർ കം ഡയറക്ടർ സിദ്ദിഖ് വെച്ച ഈ റീസൺ അത്ര പെർഫെക്റ്റ് സാധനമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് എനിക്ക് ഈ പടം ഇഷ്ടപ്പെടാനുള്ള മെയിൻ ഒരു റീസൺ. ഇനി ജോയിലേക്ക് വരാം. ഈ കഥ പറയാൻ ഈ പടത്തിൽ അരവിന്ദന്റെയും ചന്തുവിന്റെ ആവശ്യമേ ഉള്ളൂ. ജോയിയുടെ ആവശ്യമില്ല. കോമഡിക്കാണെങ്കിൽ കേരള സീനിൽ ജയറാം പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. പോണ്ടിച്ചേരി എത്തുന്നത് മുതൽ എളാപ്പനടക്കം ടീംസ് ഒരുപാടുണ്ട് ചെയ്യാൻ. ഇനി ഇവർ രണ്ടുപേരെയും പോണ്ടിച്ചേരിയിൽ എത്തിക്കാനുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടുകാരൻ ക്യാരക്ടർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇവിടെ ജോയി എന്ന ക്യാരക്ടർ? അതിന് എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്. ഇവർ പിരിയാനായിട്ട് ഈ റീസൺ ഇവിടെ വെക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ചന്തു പറഞ്ഞ പോലെ അരവിന്ദൻ ആ പ്രായചിത്തത്തിന്റെ പുറത്താണ് ചന്തുവിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്ന് ചില പ്രേക്ഷകരെങ്കിലും ചിന്തിക്കും. അത് ഒഴിവാക്കാനാണ് ഇവിടെ ജോയി എന്ന കഥാപാത്രം. പടത്തിന്റെ തുടക്കത്തിൽ ജോയിയെ ചന്തുവിന്റെ ഫ്രണ്ടായി പ്രസന്റ് ചെയ്ത് പടം പോകെ പോകെ അരവിന്ദനെയും ചന്തുവിനെയും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന സുഹൃത്തായി പ്രസന്റ് ചെയ്ത് ഒടുവിൽ അരവിന്ദൻ ജോയിയോട് ഈ രഹസ്യം പറഞ്ഞിരുന്നുവെന്നും ജോയാണ് അത് അറിഞ്ഞിട്ടും തടഞ്ഞതെന്നും കൂടി പ്രസന്റ് ചെയ്യുമ്പോൾ അരവിന്ദന്റെ പക്ഷം നിൽക്കുന്ന ജോയി എന്ന ക്യാരക്ടറിൽ കൂടി സിദ്ദിഖ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അരവിന്ദൻ കാണിച്ച ഫ്രണ്ട്ഷിപ്പിന്റെ ജെനുവിനിറ്റിയാണ്. ജോയി എന്നൊരു ക്യാരക്ടർ ഉണ്ടാക്കി ഇങ്ങനെ പ്രസന്റ് ചെയ്തത് കൊണ്ടാണ് പ്രേക്ഷകർ ആരും തന്നെ ചന്തുവിനോട് അരവിന്ദൻ കാണിച്ച സൗഹൃദം പ്രായശ്ചിത്തത്തിന്റെ പുറത്തായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കാതിരുന്നത്. ഇതാണ് ജോയി എന്ന ഈ കഥാപാത്രത്തെ കൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം?